വൈഷ്ണവി എന്നാണ്, പക്ഷെ നമ്മളെല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് വൈകാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വൈകയ്ക്ക് ഒരു വലിയ കൈഡി നമുക്ക് എന്തായാലും കൊടുക്കാം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വൈകക്കുട്ടി, സോ എങ്ങനെയാണ് ടൈറ്റിൽ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അതിനൊരു എന്തെങ്കിലും ഒരു റെന്യൂമറേഷൻ ഒക്കെ തന്നിരുന്നോ? അച്ഛൻ വാങ്ങിയെന്ന് എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? അത് രഞ്ജമ്മാമനോട് ഞാൻ പറയുന്നു. ഇപ്പൊ രഞ്ജമ്മാമനോട് കിട്ടി അല്ലേ? അപ്പൊ രഞ്ജമ്മാമൻ അവിടെ നിൽക്കുന്നുണ്ട്, ഓടിപ്പോയി ചോദിച്ചോളൂ ഈ സിനിമയിൽ കൂടി എനിക്കൊരു അവസരം തരണം രഞ്ജമ്മാമ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാറിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഇവിടെ നടക്കാൻ പോവാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു 2 വാക്ക് അവരോട് പ്ലീസ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എന്തായാലും ഒരു സിനിമയും കൂടെ അഭിലാഷാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാം. അങ്ങനെ ഇവർ പിന്നെ 2-3 പ്രൊജക്റ്റ് മാറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇത് ചെയ്തത്. എന്തായാലും ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ എൻ്റെ അടുത്ത് എത്തിപ്പെടാനും അത് ചെയ്യാനും ഭാഗ്യമുണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സോ എന്തായാലും ആ ഒരു സിനിമയുടെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന അത്ര മൂർത്തികളില്ലാതെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു ചേട്ടൻ, റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് ചേട്ടൻ ആൻഡ് ഓൾസോ ദ മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ ചേട്ടൻ. പ്ലീസ്. മൂന്ന് പേർക്കും ഗുഡ് ഈവനിങ്. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ആ ഒരു പുതിയ വർക്ക് നമ്മുടെ ഓഡിയൻസിനെ എല്ലാവരെയും മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് വളരെയധികം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ഫുൾ കേരളക്കരയാകെ ഒരു ഹിറ്റ് മുഴക്കി നിങ്ങൾ. അപ്പോൾ ഇപ്രാവശ്യം വാട്ട് ആർ യു ഗൈസ് ഗോണ കം വിത്ത്? സാധാരണ അഭിലാഷ് ചേട്ടനാണോ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിഷേകത്തിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വേറൊന്നുമല്ല, വിഷ്ണു ശേഷങ്ങൾ ആദ്യം സംസാരിക്കണം, ഒറ്റ വാചകം പറയത്തുള്ളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷ് ചേട്ടൻ പറയുന്നു. ഇനി ഞാനാണ് ആദ്യം സംസാരിച്ച് 2ാം തവണ ആണെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞു, അതുകൊണ്ട് വേറൊന്നുമില്ല എന്ന്. അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളി പണി എടുക്കാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുകയാണ്. കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് വെച്ചാൽ വിളിച്ച 90% ആളുകൾ എത്തി എന്നുള്ളതാണ്. ഈ മഴ ഇത്രയും ചതിച്ച് നിന്നൊരു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമോ എന്നറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും, ഞങ്ങൾ വരും എന്ന് പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി. അതിന് ഞാൻ ആദ്യമേ തന്നെ ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി പറയുന്നു. ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണം എന്ന് കുറേ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു കഥ, ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു. അതിനുശേഷമാണ് മാളികപ്പുറം ചെയ്യുന്നത്. ദൈവം അനുഗ്രഹിച്ച് അതൊരു വലിയ വിജയമായി. അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച പ്രൊഡ്യൂസർ മുരളിച്ചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളിച്ചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തിൽ. കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ കൂടെ നിൽക്കുന്ന 2 പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ. അതിലാദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു 5-6 വർഷമായി എനിക്ക് വിഷ്ണുവായിട്ടുള്ള സൗഹൃദം. അതിനേക്കാൾ വലിയ എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ. 2ഉം. അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത അല്ലെങ്കിൽ ഞാൻ എഴുതിയ മറ്റ് 4 സിനിമകളിൽ 3 സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം, നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം, തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല മടിയനായി എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിച്ചത് വിഷ്ണുവാണ്. അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം അവൻ 1.5 വർഷത്തോളം കാത്തിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട്. കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് നമുക്ക് അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരുന്നു. അതിന് ഞാൻ നന്ദി പറയാണ്. ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു. അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത്. പിന്നെ രഞ്ജൻ, അവനെ സംബന്ധിച്ച് ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ്. എൻ്റെ 6 സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ. 6ാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ അത് എന്താ പറയുക, അത് അളർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിനടുത്ത് കഥ പറയാൻ ചേർന്നത്. വിജയേട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജയേട്ടനാണ് ഞാൻ പറഞ്ഞത് വിജയേട്ടൻ മ്യൂസിക്
വേറെ ആരെയും കൈവെക്കലെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട്. അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ച ശേഷം നമുക്ക് ആ ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോവാം. ഇല്ല, വിഷ്ണു ചേട്ടാ 2 വാക്ക് സംസാരിക്കും പ്ലീസ്. എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് അഭിലാഷ് ചേട്ടൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാൽ മതി എന്നായിരുന്നു. സോ പ്ലീസ്. അല്ല, സ്ഥിരം ഡയലോഗാണ് അഭിലാഷ് ചേട്ടൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇപ്പൊ രഞ്ജനും കൂടി കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളൂ. അഭിലാഷ് ചേട്ടനും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഞാനൊരു ഇവന്റ് ബേസ് ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ ചിത്രം നടന്നില്ല. എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ളൊരു സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു. തിരി തെളിഞ്ഞല്ല, തിരി കെട്ടു. ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നീട് ഒരു എന്താ പറയുക, മാളികപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു. മാളികപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു, എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ. അപ്പോൾ അതെ, പക്ഷെ അതിൻ്റെ മാളികപ്പുറത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ IMA ഹാളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അന്ന് നെഞ്ചുവിരിച്ച്, അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചുവിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു. പക്ഷെ അന്ന് നെഞ്ചൊന്നും വിരിച്ചിട്ടല്ല, നെഞ്ചിടിപ്പോടെയാണ് നിൽക്കുന്നത്. ഇത്ര നേരം സംസാരിക്കാത്തോണ്ട് ഇവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ. അല്ല, അതിലൊക്കെ സംസാരിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ലൊക്കേഷനിൽ പോലും ഇത്ര സംസാരിക്കാറില്ല ഇവൻ. ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോ ഒക്കെ സംസാരിച്ചു പോകുന്നതാണ്. പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ, മുരളി കുന്നംപുറത്ത്. തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതിയില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന്. എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇപ്പോൾ നന്ദി പറയുന്നു. ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നേനും. ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജിൻ രാജ് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതിൽ. എന്താ പറയുക, അഭിലാഷിൻ്റെ കൂടെ 6ാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യം എനിക്കൊന്ന് കടാവറാണ് അഭിലാഷിൻ്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ് പറഞ്ഞ കഥ സുമതി വളവാണ്. സോറി കേട്ടോ, എല്ലാം നശിപ്പിച്ചു. ഇല്ല, ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു, അല്ല 7 മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്ന പറഞ്ഞിരുന്നു. അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെയും പേജിൽ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് മറച്ചു വെക്കുന്നില്ല, നമുക്ക് അതിലേക്ക് പോവാം, അതിനുശേഷം സംസാരിക്കാം. താങ്ക് യു സോ മച്ച്, എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിൽ റിവീൽ ചെയ്യും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ 2 പേരെയോ 3 പേരെയോ വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിനെ ഒരിക്കലും വർക്കാവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് VVIPs ആണ്. അതിലൊരു എന്താ പറയുക, ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല, ഇൻക്ലൂഡിങ് മീഡിയാസ്. അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവര് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം പോലെ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാ തിയേറ്ററിലെ ഷോ ഹൗസുള്ളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഈ ഒരു ലോകത്തേക്ക്, ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് വിളിക്കുകയാണ്. ബാക്കി കാണാം, അല്ലേ? കണ്ടാലോ? കാണാം. സോ അഭിഷേട്ടാ, നിങ്ങൾ എന്തായാലും സംസാരിച്ചപ്പോൾ മുരളി സാർ ആയാലും രഞ്ജൻ ചേട്ടൻ ആയാലും നമ്മുടെ ടൈറ്റിൽ ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ വി നീഡ് ടു വാച്ച് ഓൺ ദ സ്ക്രീൻ. നമുക്കൊരു ലൈറ്റ്സ് ഒക്കെ ഒന്ന് ഡൗൺ ആക്കി ഒരു കൗണ്ട് ഡൗൺ കൊടുത്താലോ ഓഡിയൻസിന്?
നമ്മള് എല്ലാവരും ഒന്നും കൂടെ ഒന്ന് പേടിപ്പിക്കാനുള്ള പ്ലാനാണ്. ആക്ച്വലി ഇവിടെ വന്നപ്പോ തൊട്ട് കുറെ പ്രേതപ്പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇതായിരുന്നു അതിന്റെ പുറകിലെ ഒരു ഗുട്ടൻസ് അല്ലേ? അല്ല, ഞാനിത് എഴുതുമ്പോഴേ ഈ പാട്ടൊക്കെ കേട്ടോണ്ടാണ് എഴുതിയത്. കാരണം കുറേ നാള് ട്രിവാൻഡ്രത്ത് താമസിച്ച സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളവിനെ പറ്റി, സുമതി വളവ്. അന്ന് ഒരു തവണ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷം ഒരു 5 ദിവസം മുന്നേ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുമായി വീണ്ടും രാത്രി 12 മണിക്ക് ആ വളവിൽ പോകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അടിക്കണ്ട, അതിനേക്കാൾ അടിച്ച് നെഞ്ചിടിച്ചിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ ഈ ഒരു സിനിമ സംസാരിക്കുന്ന വിഷയം നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന തിരുവനന്തപുരത്തുള്ള സുമതി വളവിനെ പറ്റിയല്ല ഞങ്ങൾ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം. ആ ഒരു നമ്മൾ കേട്ട് മറന്നേക്കുന്ന ആ ഒരു പേടിയെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ അതിനെ ഒരു ഫിക്ഷണൽ സ്റ്റോറിയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യുന്നത്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ തയ്യാറെടുപ്പുകൾ വേണം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പാടിക്കേട്ട പാട്ടുകൾ ഒരു പാട്ടായിരുന്നു വിനയൻ സാറിന്റെ തന്നെ പുതുമഴയായി ആകാശങ്കലെ പാട്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ തവണ മാറി 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 ഇവിടെ ഇട്ടൊരു പാട്ടാണ് മണിച്ചിത്രത്താഴിലെ ഒരു മുறை വന്ന് വാർത്തായി പഴന്തമിഴ് പാട്ടാണ്. അതിന്റെ ഒരു കാരണം ഞങ്ങൾ പറയുന്നത്, ഈ സിനിമ ഞങ്ങൾ പറയുന്ന ഒരു കാലഘട്ടം 93 കാലഘട്ടമാണ്. 93 വലിയ പ്രത്യേകതയുണ്ട്. 93 ഒരുപാട് മലയാള സിനിമയ്ക്ക് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ള ഒരു വർഷമാണ്. അതിൻ്റെ ഒരു വലിയ ഹിറ്റാണ് മണിച്ചിത്രത്താഴ്. അപ്പൊ ആ സിനിമ റിലീസായ വർഷം സംഭവിക്കുന്ന കഥയായിട്ടാണ് ഞങ്ങൾ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗം 93 മറ്റൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു ശശിശേഖരന്റെ അച്ഛന്റെ ആദ്യ സിനിമ സംഭവിച്ച വർഷം കൂടെയാണ്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ വർഷമാണ്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി ഒത്തു വന്നപ്പോൾ ബ്രിട്ടീഷുകാരെയും 18-ാം നൂറ്റാണ്ടും ഒക്കെ അതിനകത്ത് കയറ്റി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായി അത് മാറി. അങ്ങനെയാണ് മാളികപ്പുറത്തിന് ശേഷമുള്ള അടുത്ത സിനിമ സുമതിയോളമാക്കുന്നത്. പിന്നെ ഞാൻ സാധാരണ ഞാൻ എപ്പോഴും രാത്രിയാണ് കൂടുതൽ എഴുതാറുള്ളത്. പക്ഷേ ഈ സിനിമ ഞാൻ പകലിരുന്ന് എഴുതിയത്. കാരണം അത് എഴുതി വരുമ്പോൾ എനിക്ക് പേടിച്ചാൽ മാത്രമേ തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകർ പേടിക്കൂ, അല്ലെങ്കിൽ ഞാൻ കഥ പറയുമ്പോൾ വിഷ്ണു പേടിക്കും എന്നുള്ളതുകൊണ്ട് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ രാത്രി എന്ന് എഴുതാൻ പോവില്ല. കാരണം എനിക്ക് നല്ല പേടി എനിക്ക് വരും. അതിനുപകരം പകൽ എഴുതിയിട്ട് ഇതിന്റെ റീവർക്ക് മുഴുവൻ ഞാനും വിഷ്ണുവും ചേർന്ന് രാത്രിയിലാണ് ചെയ്തത്. അപ്പോൾ വിഷ്ണുവും ഞാനും ഞങ്ങൾ എഴുതിയ സാധനം നാളെ തിയേറ്ററിൽ എത്തിക്കുമ്പോൾ ഇപ്പൊ വേണേൽ സ്റ്റേജ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എന്ത് വേണം പറയാം, പക്ഷെ നാളെ അതിന്റെ ഔട്ട് കണ്ടതിന് ശേഷം മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ കണ്ടത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് എത്തിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാനിപ്പോൾ ചെയ്ത അവസാനത്തെ ലാസ്റ്റ് പടം അത് റിലീസാവാൻ തയ്യാറെടുക്കുകയാണ്. അർജുനാണ് അതിലെ ഹീറോ. അതിന്റെ ഡയറക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്, വിഷ്ണു, നമ്മുടെ വിനയൻ സാറിന്റെ മകൻ. വിഷ്ണു എവിടെയോ ഉണ്ടായിരുന്നു. അപ്പം അതിലെ നായകനും അർജുനാണ്. അവൻ തന്നെ ഇതിലേക്ക് വന്നപ്പോൾ വർക്ക് ചെയ്യാൻ കുറച്ച് എളുപ്പമായി. കഥ പറഞ്ഞ് ലൊക്കേഷനിൽ തന്നെ ഞാൻ കാര്യങ്ങൾ ഓക്കെ ആക്കി. അങ്ങനെ എന്ത് അഭിലാഷ് ചേട്ടന്റെ സ്ക്രിപ്റ്റ് ആവുമ്പോ കഥ എന്തായാലും അടിപൊളിയായിരിക്കും, നമുക്ക് അങ്ങ് അനുമാനിക്കാം. അഭിലാഷ് ചേട്ടാ? അതെ അതെ, നീ ചുമ്മാ ഇരിക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഇത് ഞങ്ങളുടെ 3 പേരുടെ സിനിമയല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പുറകെ നമുക്ക് വിളിക്കാം. ഇപ്പം ഇതെനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് നമ്മൾ വിളിക്കേണ്ട ഒരാള് എനിക്ക് തോന്നുന്നു ഹീറോ ആയിരിക്കും. പിന്നല്ല, അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങും വന്നിരിക്കാതെ അല്ലേ, ഒരു വലിയ എളിമയോട് കൂടി നമ്മുടെ അർജുൻ ചേട്ടൻ അവിടെ ഉണ്ട്. അർജുൻ ചേട്ടൻ പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. ഹലോ, നമസ്കാരം. അപ്പം രോമാഞ്ചത്തിലൂടെ നമ്മളുടെ ഒപ്പം അനാമികയായിട്ട് വന്നിട്ട്, അനാമികയുടെ കൂടെ അനാമിക മാത്രമല്ല, ഇപ്പൊ ഒരു 3ാമത്തെ കക്ഷിയാണ് കൂടെ. അത് അടുത്ത പടത്തിൽ മനസ്സിലാവും. കാണാനെങ്കിലും അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതി വളവില് സുമതിയുടെ ഒപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ അല്ല, കഥ പറഞ്ഞിട്ടില്ല എന്നല്ലേ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാണ് കഥയൊക്കെ അറിയാം. 2018 കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണം ഞാൻ. അയ്യേ, കഥ കേൾക്കണാരോ വേറെ എന്താ ചെയ്യണ? അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇറങ്ങിട്ടാണ്. അർജുന കാർ വാഷ് ഉണ്ടായിട്ടാണെന്നാ പറയുന്നത്. അന്ന് ഈ കഥ കേട്ടപ്പോ എന്റെ അടുത്ത് അർജുൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല, അതിന് കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്. ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന്
അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ്. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ കൊളവാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്. സോ നമ്മുടെ ഹീറോ ഇവിടെ ഉള്ളതുകൊണ്ട് അർജുൻ ചേട്ടനോട് ഞാൻ ചോദിക്കാം. മൈക്ക് കൈമാറണ്ട, ഞാൻ അർജുൻ ചേട്ടനോട് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാ ചേട്ടാ ഒന്ന് പറയാം. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണ്? ഇതിൽ ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെയാണ്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ എന്നാ അഭിഷേട്ടാ നമുക്ക് അവരെ ഒന്ന് ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഇപ്പൊ എന്തായാലും ഡയറക്ടർ ഉണ്ട്, റൈറ്റർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ഹീറോ ഉണ്ട്. കാസ്റ്റിലേക്ക് അഭിലാഷേട്ടൻ വിളിക്കും. ഞാനിപ്പോ ക്രൂ എൻ്റെ ടീമിനൊന്ന് ഞാൻ വിളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ DOP ചെയ്യാനായിട്ട് മാളികപ്പുറത്തിന് വിഷ്ണുവേട്ടനായിരുന്നു. ഇതിൽ പക്ഷേ ഞാൻ ഒന്ന് തമിഴിൽ നിന്നൊരു DOPനെ കൊണ്ടുവരികയാണ്. അദ്ദേഹം ലവ് ടുഡേ എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ, സഭാനായകൻ, ഇപ്പോൾ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ഈ ചിത്രങ്ങൾ ചെയ്ത DOP ആണ്. ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ്. അതിനുശേഷം ഉണ്ടായ ഒരു ചങ്ങാത്തമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് പുരുഷോത്തമന് I am welcoming sir. Come to stage, brother. Ladies and gentlemen, please give it up for Dinesh Purushothaman. Super hit ചിത്രമായ ലവ് ടുഡേയുടെ ഒക്കെ DOP ആണ് അദ്ദേഹം. സോ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു. എഡിറ്ററിന് വരാൻ സാധിച്ചിട്ടില്ല. ഷഫീഖ് മുഹമ്മദ് അലി, ബ്രഹ്മയുഗത്ത്, ജിഗർദണ്ഡ, XX എന്ന 2 സിനിമകൾ ചെയ്ത ഷഫീഖ് മുഹമ്മദ് ആണ് നമ്മുടെ ഈ പടത്തിൻ്റെ എഡിറ്റർ. ഇനിയിപ്പോൾ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയേട്ടനാണ്. അജയ് മാങ്കാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അജയേട്ടൻ്റെ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് പോരാ. എല്ലാവർക്കും അറിയാം അജയേട്ടനെ. അജയേട്ടാ എവിടെയുണ്ടോ? ഓക്കെ. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂം ചെയ്യുന്നത് സുജിത് മട്ടന്നൂർ. സുജിത്തേട്ടനെയും സുജിത് മട്ടന്നൂർ ചേട്ടനെയും ഞാൻ ഈ വേദിയിൽ ക്ഷണിക്കുന്നു. ജിത്തേട്ടാ, നിങ്ങളെ ജിത്തേട്ടനാണ് നമ്മുടെ പടത്തിലെ ചമയങ്ങളെല്ലാം നോക്കുന്നത്. കാസ്റ്റ് അഭിലാഷണം പറയുന്നത്. ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടില്ല. കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആകുമ്പോഴത്തേക്കാണ്. ഹീറോയ്ക്ക് തുല്യം തന്നെ ഒരു ഹീറോയി ഉണ്ടെങ്കിൽ അത് ഒരാളും കൂടെ വേണം എന്ന് ഈ കഥ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അടുത്ത സമയത്ത് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്. പ്രേമലൂരൊക്കെ കുറേ തവണ. അപ്പോൾ ആ ആള് ശ്യാമ ഈ സിനിമയിലൊരു ത്രൂഔട്ട് വേഷമാണ് ഞങ്ങൾ. ശ്യാമിനെ വിളിച്ചിട്ട് ശ്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്യാം നമ്മുടെ അടുത്ത പടത്തിൽ വിഷ്ണുവാണ് പറയുന്നത് ആദ്യം. അപ്പോൾ ശ്യാം ചോദിച്ചു, ചേട്ടാ JK ആണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ല എന്ന് പറഞ്ഞു. പറയണ എന്ന് സംസാരിക്കണം എനിക്ക് അറിയില്ലേ. എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. IMAയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ IMA ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലൊരു കഥ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്. അഭിലാഷിനോട് എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ്. അനൗൺസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ
ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടാ സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലേ? വരുന്നവരും പോകുന്നവരും ഒക്കെ കുഴപ്പമില്ല. അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി. ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന, നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെന്റ് റിലീസായി, ഗോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിള്ള രാജേശ്വരന്റെ മകൻ നിരഞ്ജൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഭയങ്കര ഹിമങ്കസ് ലോഞ്ചാണ്. അപ്പം അത്രയും വലുപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈ വിറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിനെ വരെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമുണ്ട്. ഞങ്ങൾ രാത്രി പോയി, ഞങ്ങളൊക്കെ ഹോട്ടലിലും പോയി. നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടായിട്ട് വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് തന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇവൻ സേഫ് ആണല്ലോ, വീട്ടിലല്ലോ വീഴുന്നത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോൾ ആരും ഇല്ലെന്ന് പറഞ്ഞു. 4 തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ല് കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തു വിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം അതിലെന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കെയറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആളിവിടെ എത്തിയിട്ടുണ്ട്, ദേവനന്ദ ഈ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ദേവനന്ദ വാ, കുറച്ച് ദിവസം നമ്മൾ എയറില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറി പറന്ന് നടക്കുമായിരുന്നു. ഇപ്പോഴാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. നമുക്ക് ഇന്ന് ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത്. എല്ലാരും ഇടയ്ക്കെന്നെ ഓർക്കുന്നത് നല്ലതല്ലേ? ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ്. അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജിത് ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അതും കുറേ ഒരു പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുരളി അങ്കിളിന് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവുവിന്റെ ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞതൊന്നും സുമതി വളവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ദേവു ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു. ഈ അടുത്ത വിളിക്കാനുള്ള മെയിൻ ഒരാളെ ഇവിടെ കാണുന്നില്ല, പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ലാൽ സാർ ഈ പടത്തിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. അർജുൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ അദ്ദേഹത്തോട് കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം കുറേ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതെല്ലാവരും സിനിമയിൽ സ്ക്രിപ്റ്റിൽ ഞങ്ങൾക്ക് ഉപയോഗമായിട്ടുള്ളതാണ്. അപ്പം ലാൽ സാർ ഇവിടെ ഉണ്ടോ? ഓക്കെ. അതേപോലെ ഈ പടത്തിൽ ദേവേന്ദ്രൊപ്പം തന്നെ ശ്രീപദും ഒരു ത്രൂ ഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീപദിൽ നിന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, മറ്റൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഈ സിനിമയിലേക്ക് വിളിക്കാനുള്ളത് ഞങ്ങളുടെ ഫീമെയിൽ ലീഡ് ആർട്ടിസ്റ്റുകളെയാണ്. അപ്പോൾ അതിൽ ഈ ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു 3 ഹീറോയിൻസിനെ ഞങ്ങൾക്ക് സിനിമയ്ക്ക് വേണം. അതിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല. അത് ആളിപ്പോൾ തമിഴ്നാട്ടിലൊരു പടത്തിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ ആ പേര് ഞങ്ങൾ പുറകെ റിവീൽ ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ള 2 പേരോട് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യം വിളിക്കേണ്ടത് നമുക്കൊക്കെ അറിയാം, ടെലിവിഷനിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുള്ള, ഈ അടുത്ത സമയത്ത് ഒരു കല്യാണത്തിലൂടെ വീണ്ടും
സോഷ്യൽ മീഡിയയിൽ വൈറലായ ആളാണ്. ആള് ചെറുപ്പത്തിലെ ലാലേട്ടൻ്റെ മകളായിട്ട് ബാലേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ട്. ആള് മലയാള സിനിമയിലേക്ക് ഞങ്ങളൊരു ഹീറോയിനായിട്ട് ഈ പടത്തിൽ കൊണ്ടുവരികയാണ്. ഗോപിക. ഗോപിക പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഗോപിക. ആൻഡ് ഇപ്പൊ മോറോവർ വേണമെങ്കിൽ നമുക്ക് മിസ്സസ് GP അല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. Gopika, requesting you to speak a few words to the audience. നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്. ശിവം, ഷാജി കൈലാസ് സാറിൻ്റെ, പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ടെൻഷനും ഉണ്ട്. എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലിയായിട്ടാണ്. അപ്പം ഞാനിനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ സുമതി വളവായിട്ട് വന്നത്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ, അമ്മ, അനിയത്തി. ഇപ്പം എനിക്കൊരു ഫാമിലിയും കൂടി ഉണ്ട്. GP ചേട്ടൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ. പിന്നെ എൻ്റെ ഗ്രോത്ത് എന്നെക്കാളും ആഘോഷാക്കുന്ന GP ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാനതിൻ്റെ 100% ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ അഭിലാഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കാതെ. പക്ഷെ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച് ഗോപിക. അഭിഷേട്ടാ, ഇനി നമുക്ക് ആരെയാണ് വിളിക്കാനുള്ളത്? ഗോപികനെ സജസ്റ്റ് ചെയ്തത് എന്റെ അമ്മയാണ് കേട്ടോ. എന്നും 7:30-8 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു. ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത്. അപ്പൊ ആ സീരിയലിൽ നിന്നു, സീരിയൽ കഴിഞ്ഞു. ഇനി വിളിക്കാനുള്ളത് കുറച്ചു മുമ്പ് ഷ്യാമിന്റെ കാര്യം പറഞ്ഞല്ലേ, പ്രേമലു അടുത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഒന്നായിരുന്നു. ആ പ്രേമലുവിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങൾ ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അഖില ആ സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിരുന്നു. അഖിലയും ഈ സിനിമയിൽ ഒരു ത്രോട്ട് വേഷം ചെയ്തു. Ladies and gentlemen, a huge applause for Akhila. എല്ലാവർക്കും നമസ്കാരം. പ്രിപ്പയർഡ് ആയിട്ടൊന്നുമല്ല വന്നത്. ഇങ്ങനെ ഒരു ഇവൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ശ്യാമേട്ടൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലുവിന് ശേഷം ഇനി അടുത്ത പടയേതാന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമേട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എപ്പോഴും അഭിലാഷേട്ടൻ്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിൻ്റെ അടുത്ത ടീമിൻ്റെ പടം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അടിപൊളി, ഭാഗ്യം, ശ്യാമേട്ട ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നാണ് ഞാൻ അറിയണത്. ഞാൻ 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്. 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പൊ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇതിലുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരേ നാട്ടുകാരാണ്, അറിയോന്നറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പോൾ ഇതിലോട്ട് ഇതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അഖില. സോ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളായിരിക്കും ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ്. സോ ഇതും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ അഭിഷേട്ടാ, ഇനി ഇന്നിവിടെ വന്നിട്ടില്ല. ലാൽ സാറിന്റെ മകൻ ജീൻ പോളോ ഈ പടത്തിൽ ഒരു ത്രൂട്ട് വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻ ദുബായിലാണ്, ദുബായിൽ എത്തിയിട്ടില്ല.
ഇതല്ലാതെ ഈ സിനിമയിൽ ഇതിപ്പോ ഇതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞാണ്. ഇതല്ലാതെ ഏകദേശം 20ഓളം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട്, ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടും ഒക്കെ. മലയാള സിനിമയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ വിളിക്കാൻ വിട്ടുപോയ ആളുണ്ട്. അവൻ സ്ഥിരം ഞങ്ങളുടെ തന്നെ എല്ലാ പ്രോഗ്രാംസും കവർ ചെയ്യുന്നതുകൊണ്ടാണ് അവൻ സ്റ്റേജിലേക്ക് വരാഞ്ഞ്. ഈ സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന മാളിയപ്പുറം സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്ത രാഹുലാണ്. രാഹുലിനെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നില്ല. അല്ല, നീ ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല, പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പം ഞങ്ങൾ ഇപ്പം ഈ പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ വിട്ടു. ഇതിന്റെ ഷൂട്ട് 2 മാസത്തോളം ഞങ്ങൾക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. എല്ലാം ഒത്തു വന്നാൽ ചിങ്ങം 1-ാം തീയതി ഈ പടത്തിന്റെ ഷൂട്ട് ആരംഭിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ടീം. ഇനി ഞങ്ങളല്ല ഞങ്ങളെ പറ്റി സംസാരിക്കേണ്ടത്. ഞങ്ങൾ ഈ കാണിച്ചതും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതുമായ കാര്യങ്ങളെ നിങ്ങൾക്കാണ് കൂടുതൽ അറിയുന്നത്. ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഇത് കണ്ടതിന്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, എനിക്കറിയാം യക്ഷി സിനിമകൾ ഏറ്റവും കൂടുതൽ നമ്മളെ കാണിച്ച് പേടിപ്പിച്ചേക്കുന്ന സംവിധായകൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ റെഫറൻസ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് പല സീനുകൾ എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒക്കെ വാക്കുകൾ കേൾക്കണം, അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്കൊരു മുന്നോട്ട് പോകാനുള്ളൊരു പാഠമാവും എന്ന് കരുതി തന്നെയാണ് ഇവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ വിളിക്കാം. ഷുവർ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദി എൻറ്റയർ ടീം. ഈ സുമതി വളവിന്റെ ഒരു ത്രെഡ് അഭിലാഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്കറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ്. പിന്നെ ഒരത്തി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെന്നുള്ള തോന്നുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമകൾക്കൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഹൊററിന് എന്നും ഒരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശഗംഗ ആയിക്കോട്ടെ, അല്ലെ വെള്ളി നക്ഷത്രം ആയിക്കോട്ടെ, ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷി ഞാനും പോലും പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ പടമാണ്. അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശങ്കറിൻ്റെ മകൻ വിഷ്ണു, അതുപോലെ തന്നെ രഞ്ജിൻ രാജ്, പിന്നെ അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുന്തൂൺ. അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർക്ക് എന്നുള്ളൊരു സത്യമാണ്. അഭിലാഷിനെ പോലെയുള്ള അങ്ങനെപോലെയുള്ള ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് അങ്ങനെ മാർക്കറ്റിങ്ങും അതിനുള്ള ഒരു സ്ട്രാറ്റജിക്കുള്ള ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക, അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല. അഭിലാഷിൻ്റെ കൂടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രത്തിൻ്റെ 2ാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത്. അപ്പോൾ ഒരു വലിയ ചിത്രമാണ്. അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത്. അതിനകത്ത് ഉണ്ണി മുകുന്ദനും കാണും. അപ്പോൾ അത് അഭിലാഷാണ് അതിൻ്റെ കൂടെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ ഒരു വിളിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ രഞ്ജൻ, അതുപോലെ തന്നെ വിഷ്ണു, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ. എനിവേ, എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ മുരളിക്കും ഈ ഗ്രൂപ്പിന് നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും സ്വന്തം പപ്പേട്ടൻ എം പത്മകുമാർ സാറിനെയാണ്. നമ്മുടെ ഡയറക്ടറായിട്ടുള്ള വിഷ്ണു ചേട്ടൻ അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ 10ാം വളവ് എന്ന ചിത്രം അതില് തിരക്കഥ എഴുതിയത് അഭിലാഷ് ചേട്ടൻ കൂടിയാണ്. സോ എന്തായാലും പത്മകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു വലിയ കൈഡി കൊടുക്കാം അദ്ദേഹത്തിന്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഈ സിനിമയുടെ ടൈറ്റിലിന് താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ്. ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ. ആദ്യം റിലീസായത് എൻ്റെ സിനിമയല്ല എങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം ഒരു എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏത് ഉയർച്ചയിലെത്തിയാലും അഭിലാഷ് ഏത് വലിയ
നിലയിലെത്തിയാലും അതിൻ്റെ ഏറ്റവും താഴെയും തുടങ്ങിയത് എൻ്റെ കൂടെയാണ് എന്നെനിക്ക് പറയാൻ കഴിയും. ആ ഒരു അഭിമാനം, സന്തോഷം എനിക്കെപ്പോഴും ഉണ്ട്. അതുപോലെ വിഷ്ണു, ഞാനും അഭിലാഷും കൂടെ ചെയ്ത സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ വിഷ്ണുവിൻ്റെ മാളികപ്പുറം എന്ന സിനിമയും ഈ സിനിമയും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന, അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. രഞ്ജിൻ രാജാണെങ്കിൽ രഞ്ജിൻ രാജ് സംഗീതം നൽകിയ ആദ്യ മലയാള സിനിമയുടെ സംവിധായകൻ ഞാനാണ്. ആ ഒരു അഭിമാനം എനിക്കെന്നും എപ്പോഴും ഉണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ മുരളി, അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച സിനിമയാണ്. ഈ ടീമിന്, ഈ സിനിമയ്ക്ക് ഒരു വലിയ വിജയം, മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയം ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. താങ്ക് യു. Good evening, ladies and gentlemen. ഈ ഒരു ടീം, അത് അഭിലാഷും വിഷ്ണുവും along with that മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ, എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തികളാണ്. അഭിലാഷും ഞാനും കൂടെ ഒരു സിനിമ ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്ത് നടക്കും, അതപ്പം തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അഭിലാഷ് ഇന്ന് എനിക്ക് റിയലി യു ഗെവ് മീ എ സർപ്രൈസ്. ബിക്കോസ് നേരത്തെ വിനയം പറഞ്ഞ പോലെ ഒരു മിനിമം ഗ്യാരണ്ടിയുള്ളൊരു സബ്ജക്റ്റാണ് എപ്പോഴും ഒരു ഹൊറർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിന്ന് മലയാള സിനിമയിൽ നിന്ന് ദൂരെ നിൽക്കുകയാണ്. പക്ഷേ ഇതുമായിട്ടുള്ള ഈ തുടക്കത്തിന് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വൈ? ബിക്കോസ് ദാറ്റ് ഇസ് കോൾഡ്, അതിനൊരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിൻ്റെ ഒരൊറ്റ ഒരു വിളി കൊണ്ട് മാത്രമാണ്. 6 മണിക്കൂർ വണ്ടി ഓടിച്ചാണ് എത്തിയിരിക്കുന്നത്. സോ എനിവേ ഐ വിൽ ബി ഗോയിങ് ബാക്ക് ടുമോറോ. ബട്ട് ദെൻ അതാ മനസ്സുകൊണ്ടുള്ള, അതാ നിങ്ങൾ 3 പേരെയും, വിഷ്ണുവിനെയും ബിക്കോസ് ഓഫ് മൈ അസോസിയേഷൻ വിത്ത് യുവർ ഫാദർ that you don't know, but then I know. And Ranjin, anyway, we are doing something together very soon. And I wish you all the best. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഈ സിനിമയ്ക്ക് കൂടെ. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്, അതിൽ ഓഡിയൻസും ഉണ്ട്. സോ സപ്പോർട്ട് ദ ഫിലിം ആൻഡ് ലെറ്റ് ബി എ ഗ്രേറ്റ് സക്സസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ കാര്യം അഭിലാഷും മോനൊക്കെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇതൊരു നല്ല സംഭവമാണല്ലോ. കേട്ടിട്ടില്ല ഞാനൊന്നും. അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നി. എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പ്രേമലൂരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹം കുട്ടീനെയൊക്കെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ അണിനിരക്കുന്നൊരു സിനിമയാണ് ഇതിൻ്റെ. അഭിലാഷ് പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ, വിഷ്ണു, രഞ്ജനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരിക്കലൊരു സുരേഷ് ചേട്ടൻ പടത്തിൽ പാട്ട് ചേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഭയങ്കര മാർക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വാങ്ങും. അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ കോളേജിന് അത്ര നല്ലൊരു പേര്. അതൊരു ഉദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ, മുരളി കുന്നുംപുറം, അഭിലാഷ് പിള്ള, അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഒരു മെഗാ ഹിറ്റ് സിനിമയായിട്ട് മാറും എന്ന് എനിക്ക് നല്ല എൻ്റെ മോനോടല്ലേ അച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അശോകൻ സാർ, ഒരു സംശയം നമുക്ക് ചോദിക്കാനുണ്ട്. എന്താ സംശയം? സാർ ഇപ്പോൾ ഒരുപാട് കോമഡി ഫിലിംസിലായാലും ഹൊറർ ഫിലിംസിലായാലും ഒക്കെ അഭിനയിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ഫണ്ണി രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് പേടി അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സാർ. അപ്പം മകൻ എന്തായാലും ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാണ്. ആൻഡ് സാറിന് വളരെ പ്രിയപ്പെട്ട ഒരു ക്രൂ കൂടിയാണ്. അപ്പൊ എന്തെങ്കിലും കൈൻഡ് ഓഫ് ടിപ്സോ അഡ്വൈസോ ഒക്കെ കൊടുത്തിരുന്നവർക്ക്?
അവന് ആരെ മോനോ? അർജുൻ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ടും. എന്താ വെച്ചാല് എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞും തോന്നണ്ട. കാരണം ഇപ്പം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ശരീരം മെലിച്ച് ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് കേൾക്കില്ല, കാരണം അവൻ്റെ കയ്യിലുണ്ട് കുറേ സംഭവങ്ങൾ. നമസ്കാരം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്, അപ്പം എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്തോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ. അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ മലയാള സിനിമ ഇപ്പം 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് OTT ഉണ്ടായപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ OTTയെയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം, നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം, അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് അല്ല, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും. ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിൻ്റെ കൂടെ ഹൊറർ നമ്മൾ കണ്ടതാണ്. ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിഷ്ണുവിനെയും രാജിനെയും ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. മുരളിച്ചേട്ടൻ ഓൾസോ ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. സർ എ സ്മോൾ ക്വസ്റ്റ്യൻ ടു യു. സോ ഇവിടെ അഭിചേട്ടൻ കുറെ കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വെറൈറ്റി തേടി പോകുന്ന സർ ഇതിൽ നിന്ന് ഏത് കഥ ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞത് അത് പല പല കാരണങ്ങൾ കൊണ്ട്. അഭിലാഷ് ആദ്യമായിട്ട് പറഞ്ഞ കഥ തന്നെ അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാറ്. ചിലപ്പോൾ അതിൽ അതിന്റെ കോസ്റ്റ് ഒത്തു വന്നിട്ടില്ല, അതിന്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ശരി പിന്നെ ചെയ്യാം. അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു, അത് ശരിയാവുന്നു. അതൊരു ആ മിക്സ് ശരിയാവാത്തതിൻ്റെയാണ്. അതുടനെ എന്താവും ഞങ്ങൾ അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വർഷം തന്നെ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. വളരെ ഗംഭീരമായ ഈ സദസ്സിൽ വെച്ച് മനോഹരമായ ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം. പിന്നെ ഞാൻ കാരണം പ്രൊഡ്യൂസറായ ഒരു മനുഷ്യനാണ്. പുള്ളി എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഫുൾ ക്രൂവിനും എൻ്റെ ആശംസകൾ. എൻ്റെ നാട് തിരുവനന്തപുരമാണ്. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഒരുപാട് വട്ടം, കുട്ടിക്കാലത്തിന് ചെറുപ്പകാലത്ത്, കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൗമാരപ്രായത്തിന് ശേഷം മാത്രം ഒരുപാട് വട്ടം പോയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സുമതികുളം. അതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടൈറ്റിൽ മുരളിയേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ഒരു കൗതുകമുണ്ടായിരുന്നു.
നിങ്ങൾക്ക് തീർച്ചയായും കൗതുകമുണ്ടാകുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഗംഭീര സിനിമയായിരിക്കും. 2 കൈ കൊണ്ടും എഴുതുന്ന അല്ലേ ഒരാളാണ് എൻ്റെ റൈറ്റർ, അതുപോലെ തന്നെ മിടുക്കനായ ഡയറക്ടർ വിഷ്ണു. എല്ലാവർക്കും ഈ ഫുൾ ടീമിനും എൻ്റെ ആശംസകൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സുമതി വളവ് എന്ന് ഞാൻ ട്രിവാൻഡ്രംകാരനാണ്. ട്രിവാൻഡ്രത്ത് അടുത്തുള്ള നെടുമങ്ങാട് അടുത്തുള്ള സ്ഥലമാണ്. ഞാനിവിടെ പോയിട്ടുണ്ട്. എനിക്കറിയാം, ആളുകളിങ്ങനെ ഒരുപാട് രീതിയോടെ പറയുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും മുരളി ഈ സിനിമ ചെയ്യാൻ താല്പര്യപ്പെട്ടതിൽ വലിയ സന്തോഷം. ഈ പേരിൽ മുരളിയുടെ ആദ്യത്തെ സിനിമ തന്നെ അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. റിസ്ക് ഉള്ളൊരു സിനിമ ചെയ്യാനായിട്ടാണ് അന്ന് അദ്ദേഹം വന്നത്. അതുപോലെ തന്നെ ഈ സിനിമയും നല്ല സക്സസ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിഷ്ണുവിനും അഭിലാഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സുമതി വളവ് തീർച്ചയായിട്ടും ഹിറ്റാവും എന്ന് ഉറപ്പ് പറയാൻ കഴിയും. കാരണം വെച്ചാൽ അതുപോലെ ഉള്ള ടെക്നീഷ്യൻസാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇത് പറയുകയാണെങ്കിൽ ഒരു ആത്മബന്ധം അഭിലാഷമായിട്ടാണ് കൂടുതൽ. ഇപ്പോൾ പറഞ്ഞാൽ മേജർ രവിചേട്ടൻ പറഞ്ഞ പോലെ ഒരു വിളി ചേട്ടാ വരണം എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റാത്തില്ലാത്ത ഒരാളാണ്. അഭിലാഷിൻ്റെ ഒരു പോസിറ്റിവിറ്റിയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് ഹിറ്റാകുമെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനയ് ചേട്ടൻ്റെ മോൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ കഥ കേട്ട ഒരാളാണ് ഞാൻ. അർജുൻ അശോക് അഭിനയിക്കുന്ന പടം അത് ഇതിനു മുമ്പ് ഹിറ്റാകുന്ന ഒരു പടമാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അത്ര മികച്ച ഒരു സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റ് കേട്ടതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. അപ്പം അഭിലാഷിനെ പറ്റി ഞാൻ പറഞ്ഞത്, അഭിലാഷ് പോസിറ്റിവിറ്റിയുടെ ഒരു ആളാണ്. ഞങ്ങൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ക്രിക്കറ്റ് സിനിമാ മേഖലയിലെ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം കൊച്ചിൻ സൂപ്പർ കിങ്സ് CSK എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആൾക്കാർ ഇവിടെ, ശ്യാമൊക്കെ ഇവിടെയുണ്ട്. അപ്പം കളിക്കാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം തംസപ്പ് ഇടുന്ന ആള് അഭിലാഷാണെന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് പറയും ഞാനുണ്ട്. പക്ഷെ ഒരു കളിക്കും അഭിലാഷ് വരാറില്ല. കാരണം വെച്ചാൽ പുള്ളി സിനിമയായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് വരാറില്ല. അത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയുടെ ഭാഗമാണ്. അപ്പം അത് ആ തംസപ്പ് കണ്ടിട്ടാണ് ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ പുറകെ തംസപ്പുമായിട്ട് വന്ന് പാർട്ടിസിപ്പേഷന് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ ഒരു കോമ്പിനേഷൻ വീണ്ടും വർക്ക് ചെയ്യുന്നു. മാളികപ്പുറത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു പ്രോജക്റ്റായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഞാൻ ഈ പോസിറ്റിവിറ്റിയെ പറ്റി പറയുമ്പോൾ ചില വൈബ്സ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കറിയാതെ എവിടേക്കാണ് അത് റീച്ച് ചെയ്യാൻ പോകുന്നത്. ഓരോ സിനിമയുടെയും ലോഞ്ച് അല്ലെങ്കിൽ ഓരോ സിനിമയുടെയും മാർക്കറ്റിങ്ങും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും അപ്പം എല്ലാ ആശംസകളും നേരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ മുരളിക്കും ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സിനും. ഓൾ ദ ബെസ്റ്റ്. വിഷ്ണുവിടെ പറഞ്ഞതുപോലെ ഒരു 4-5 വർഷം മുമ്പ് ഞങ്ങൾ ഇതേ സ്റ്റേജിൽ ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നു. വിഷ്ണുവിൻ്റെ ആദ്യത്തെ സിനിമ, എൻ്റെ 3ാമത്തെ സിനിമ. അതിൽ രണ്ടും ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. 2 സിനിമയ്ക്കും സ്ക്രിപ്റ്റ് എഴുതുന്ന അഭിലാഷ് പിള്ളയായിരുന്നു. പക്ഷേ ഈ സിനിമ രണ്ടും നടന്നില്ല. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വിഷ്ണുവിൻ്റെ മാളികപ്പുറം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ആദ്യമായിട്ട് വിഷ്ണു എഴുതുക എന്ന് അഭിലാഷ് പിള്ള എഴുതാൻ പ്ലാൻ ചെയ്തിരുന്ന സിനിമ എൻ്റെതായിരുന്നു. അത് ഇതുവരെ നടന്നില്ല. ഞങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യും. അഭിലാഷ് വളരെ പോസിറ്റീവിൻ്റെ ആളാണ്. ഈ വർഷം ഉണ്ടാവും എന്ന് പറയും. തീർച്ചയായിട്ടും ഈ സുമതിയെ കൊന്ന വളവ് എന്നായിരുന്നു എന്നോടൊരു നേരത്തെ ഒരു കഥ പറഞ്ഞ് ഞങ്ങൾ കഥ എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ 10ാം വളവായപ്പോൾ ഞാൻ അഭിലാഷിനെ വിളിച്ചു ചോദിച്ചു, ഇതാ സിനിമയാണ്? ഇതൊന്നും അല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സുമതി വളവ് തീർച്ചയായിട്ടും ആ ഒരു കഥ തന്നെ ആയിരിക്കണം. എന്തായാലും സന്തോഷം. അഭിലാഷിന്റെ സിനിമയിൽ മനസ്സുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, രഞ്ജിനുണ്ട്, വിഷ്ണുവുണ്ട്, എല്ലാവരുടെയും മനസ്സുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളുണ്ട്. ഈ സിനിമ മാളികപ്പുറത്തേക്കാൾ ഗംഭീര വിജയമായിട്ട് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഈ സായാഹ്നത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ. വേറൊന്നുമല്ല, വിഷ്ണുവിൻ്റെയും അഭിലാഷിൻ്റെയും മാളികപ്പുറം സംഭവിക്കാൻ ഒരു നിമിത്തമായ ആളാണ് ഞാൻ. അതുപോലെ തന്നെ മുരളിച്ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ സൂപ്പർ മെഗാ ഹിറ്റാകുന്ന കാര്യത്തിലൊരു സംശയമില്ല. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. മാളികപ്പുറത്തിൻ്റെ പ്രൊഡ്യൂസറുടെ പേരിലും കൂവുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ ഈ
സുമതി വളവിൻ്റെ പ്രൊഡ്യൂസറുടെ പേരിലും പൂവുണ്ട്. അപ്പോൾ ഇത് സൂപ്പർ മെഗാ ആയിട്ട്. നമസ്കാരം. ഈ അഭിലാഷ് ഇലക്ഷന് നിന്ന പുഷ്പം പോലെ ജയിക്കും. അതിന് മാത്രം ഗ്രൗണ്ട് സപ്പോർട്ടിങ് ആണ് നിനക്ക്. ഇവിടെ വന്ന എല്ലാ സംവിധായകരും പറയുന്ന കേട്ടില്ലേ, അവരോട് കുറേ കഥകൾ പറഞ്ഞു. നീ ജെയിംസ് ക്യാമറോണോടും പറഞ്ഞിട്ടുണ്ടാവും കഥ, നടക്കാണ്ട് പോയ ഒരു കഥ അവിടെ ഉണ്ടാവും. ഇതിന് മാത്രം കഥ എവിടെ നിന്നിടാവേ. എന്തായാലും വളരെ സന്തോഷം. അഭിലാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇടപ്പള്ളിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച ചെയ്യുന്ന സമയത്താണ്. ആൽവിൻ ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള പരിചയമാണ്. എല്ലാ സിനിമകളും വിളിച്ച് പറയാറുണ്ട്. സന്തോഷം നിൻ്റെ ഇങ്ങനെ വളർച്ചയിൽ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു എൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം. പക്ഷേ എഴുത്തുകാരിലെ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ്. സെലിബ്രിറ്റി റൈറ്ററാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതിൽ. എന്തായാലും ഈ സിനിമ ഗംഭീരമാവട്ടെ. അർജുനും വിഷ്ണുവിനും എല്ലാവർക്കും, രഞ്ജിത്തിനും സാറിനും എല്ലാവർക്കും ഗംഭീരമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. വേദിയിലിരിക്കുന്ന ബഹുമാനരെ, എൻ്റെ പ്രിയപ്പെട്ട സുന്ദരന്മാരെ, ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ്, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ്. മാളികപ്പുറം എന്താണ്, ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓളം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷനായിരുന്നു ഇത് അവിടെയും. ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ ഗാരു പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീത ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ. അത്രയും വലിയൊരു റിലീസായിരുന്നു, അത്രയും വലിയൊരു സെൻസേഷനായിരുന്നു. ബിപിൻ ബ്രോ പറഞ്ഞു, നിനക്ക് എവിടുന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത്. വളരെ അതിലൊരു അതിശയോക്തി ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോട് കൂടിയാണ് അദ്ദേഹം സിനിമയെ ഇപ്പൊ കാണുന്നത്. മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിനെ എനിക്കറിയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും നാഗാർജുന സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിന്റെ കൂടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമോ, ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി അഭിലാഷ് ഭയങ്കര ബിസിയാണ്, എന്താ ചെയ്യുക, ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല, ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട്. എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തുറന്നു പറയട്ടെ, ഒരു തട്ടുപൊളിപ്പൻ പടമാണ് ഈ സാധനം. ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ്. വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായിന്ന്. കൊതിയാവാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എലമെന്റ് ആണ് ഇവര് അണിയറയിൽ ഇവര് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ, അഭിലാഷ് ബ്രോ ഇതിൽ തെലുങ്കിൽ നല്ല പോസിബിലിറ്റി ഉണ്ട്, ഓൾറെഡി നമുക്ക് ഗീതാർട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പ്രേമലൂല എല്ലാവരും ഇതിനകത്തുണ്ട്. പിന്നെ അഭിലാഷ് ബ്രോ ഒരു വേറെ ലെവലാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീ ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഐ എം വെരി ഹാപ്പി. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ലക്കിയാണ്. കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രം, അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ്. കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം. ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിരുന്നു, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. എനിക്ക് എപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ്. ആൻഡ് ഷീ ടുക്ക് ദാറ്റ്. സീരിയലുകളാണെങ്കിലും വെബ് സീരീസ്, സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു. സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഗോപികയിലുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് ദാറ്റ് വെയിറ്റ് വാസ് വർത്ത്. ആൻഡ് അഭിലാഷ് ബ്രോ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഐ ആം ഓൾസോ വെയിറ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്.
ഒരു ചെറിയ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ പൊതുവെ ഗോപിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. നിങ്ങൾ ഈ കാണുന്ന സാന്ദ്രത്തിൽ കാണുന്ന അങ്ങനെ ഒരു ആളെ അല്ല. ക്രൗഡിനെ പേടിയാണ്, മീഡിയനെ പേടിയാണ്, ക്യാമറ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പൊ വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും. ആണോ? അപ്പൊ എനിക്ക് അഭിനയിച്ചൂടെ? അഭിനയിക്കാം, എന്നാലും പേടി. ഞാൻ ചോദിച്ചു, ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം, ചിലപ്പോൾ ഒന്നും മിണ്ടില്ല, തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോക്കോളാൻ പറയും. എന്തുണ്ടാവും? അപ്പോൾ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലയിലാണ്. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, വിഷ്ണു ബ്രോ ഉണ്ട്, അഭിലാഷ് ബ്രോ ഉണ്ട്. എല്ലാവരും ഇട്ട് കഴിഞ്ഞിട്ട് അഭിലാഷ് ബ്രോ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത്, യുനോ കാർഡ്സ് കളിക്കാൻ അറിയോ? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് മൗത്തേക്ക് വെക്കും. ഞാൻ പറഞ്ഞു, അല്ല അറിയില്ല. അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യുനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടി ഇരുന്ന് യുനോ കളിച്ചു. അതിൽ അവൾ ജയിച്ചു. എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു, ഇവള് നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നി, ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നത്. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യുനോ കാർഡ് കളിക്കുമ്പോഴും ഇതിന്റെ പരിപാടികൾ, അതിന്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിന്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെയായിരിക്കും. എന്തായാലും ഗംഭീരമാവട്ടെ. മുരളിച്ചേട്ടനെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറെയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല. സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു. കുറച്ചു കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതം ഒരു ഹൊറർ കോമഡി ആയിരുന്നു. അത് കുട്ടികളിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. സോ എല്ലാം കൊണ്ടും ഇപ്പൊ സംഭവം കറക്റ്റാണ്. നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് അവസാനം പിന്നെ ഇതേ ഹാളിൽ തന്നെ സക്സസ് മീറ്റിന് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓൾ ദി ബെസ്റ്റ്. പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ആനന്ദ് ശ്രീബാലയുടെ തിരക്കഥാകൃത്ത് അഭിലാഷാണ്. അതിലെ നായകൻ അർജുനാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഞാനും അഭിലാഷുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയിൽ ഒരുപാട് കഥകൾ അഭിലാഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും തവണ കേട്ടിട്ടുള്ളത് സുമതി വളവിനെ കുറിച്ചാണ്. സുമതി വളവിൻ്റെ പല വേർഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലേത് വെർഷനാണെങ്കിലും അത് ഹിറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞ് സഞ്ചരിച്ചവരാണ് വിഷ്ണുവും അഭിലാഷും. അതിനുള്ള ഒരു അർഹിച്ച വിജയം മാളികപ്പുറത്തിലൂടെ അവർക്ക് കിട്ടി. ഇതും അതിലും വലിയ വിജയമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ റിലീസായ നിമിഷം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സുമതി വളവിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും. കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സുമതി വളവെന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് മണക്കുന്നുണ്ട്. അപ്പം മുരളിയേട്ടനും വിഷ്ണുവിനും അഭിലാഷിനും അർജുനും രഞ്ജനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാവങ്ങൾ. സുമതി വളവ് ഒരു ബ്ലോക്ക് ബസ്റ്റർ വളവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഓർക്കാപ്പുറത്താണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എന്നോട് അശ്വതി, ഇന്നലെ അഭിലാഷ് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടായിരുന്നു. അപ്പം ഞാൻ അശ്വതിയോട് ചോദിച്ചു, എല്ലാവർക്കും ഫോർവേഡ് മെസ്സേജ് ഇടുന്നുണ്ടെങ്കിൽ വന്നതാണോ എന്ന്. അങ്ങനെ സംശയത്തിൽ ഇരിക്കുമ്പോഴാണ് വൈകിട്ട് എനിക്കൊരു കോൾ വന്ന്, ചേച്ചി വരണം എന്ന് പറഞ്ഞു. അത്രയും മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇതിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എന്താണേലും ഒരു അഭിലാഷിൻ്റെ വിളിയിൽ എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഭിലാഷിൻ്റെ ഓരോ വാക്കിലും നമ്മളറിയാതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എനിക്ക് ഇവിടെ എത്തേണ്ടി വന്നു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷേനെ പരിചയപ്പെട്ടത്. 10ാം വളവ് എന്ന് പറഞ്ഞ സിനിമ. പപ്പേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ. അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവിടെ നിന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ്, മാളികപ്പുറം ഉൾപ്പെടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതും നല്ലൊരു വിജയമായി തീരട്ടെ. അഭിലാഷ് ഏട്ടനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഞാൻ എന്തായാലും മാളികപ്പുറം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പം എൻ്റെ സ്വന്തം ടീമാണ് മാളികപ്പുറം. അപ്പോൾ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാളികപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക്. അപ്പോൾ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിൽ മുകളിൽ ഹിറ്റാവട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം ഒന്നല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ, ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് വിചാരിച്ചു. ഇല്ലെന്ന് മനസ്സിലായി.
Okay. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവര് നേരത്തെ ചെയ്ത് ഇവര് മൂന്നുപേരും കൂടെ ഒരുമിച്ച് സിനിമ. ഒരു സെക്കൻഡ്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇവര് നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചുരുങ്ങിയത് ആഴ്ചയിൽ 1 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണം. അതിന്റെ മെയിൻ റീസൺ തീക്കുന്ന ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പൊ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ. സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളി ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ, എല്ലാവർക്കും എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയുക, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിനും തുടർന്ന് അതിന്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റ് ആയിട്ട് ഒരു 100 crore ക്ലബിൽ കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അഭിലാഷ് ചേട്ടൻ്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈ ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ചേട്ടനുമായിട്ടാണ്. അഭിലാഷ് ചേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയിൽ എനിക്കൊന്ന് 10ാം വളവിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളൊന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷെ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പൊ ശിവദ ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടുമോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷെ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോട്ടെ, അതിന്റെ സെലിബ്രേഷൻ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഏതായാലും മാളികപ്പുറത്തിന്റെ അവരുടെ ടീമിന്റെ സെക്കൻഡ് പടം എല്ലാവരെയും പോലെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുമതി വളവ് എന്ന മനോഹരമായ ഈ ഒരു പേര് നമുക്കറിയാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പ്രേത കഥകൾ കേൾക്കാനും മുത്തശ്ശിമാരുടെ അടുത്ത് നിന്ന് പ്രേതകഥകൾ കേട്ട് രസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ പ്രേത സിനിമകൾ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏതായാലും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാളികപ്പുറം ടീം, ഞാനാണ് 2-3 തവണ കണ്ടൊരു പടമായിരുന്നു മാളികപ്പുറം. പിന്നെ അഭിലാഷിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അഭിലാഷ് എൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ കുരിക്കാനാണെങ്കിൽ അഭിലാഷ് ചോറ്റാനിക്കര ആ ഭാഗത്ത് അഭിലാഷ് താമസിക്കുന്നത്. എന്തായാലും ഈ പടം വമ്പൻ ഹിറ്റായി മാറട്ടെ. ഇത് നമ്മുടെ വിനയൻ സാറ് പറഞ്ഞ പോലെ സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ പടത്തിന് എന്താ പറയണേ, ഈ സുമതി വളവ് വമ്പൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് സാധാരണ പടങ്ങളിൽ ലേഡീസ് കഥാപാത്രങ്ങൾ കുറവാണ്. അതുകൊണ്ട് ലേഡീസ് കഥാപാത്രങ്ങൾ പ്രത്യേകം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇവരിവിടെ വന്നിട്ട് വന്നതും പോയതും എല്ലാവരും എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ദേവനന്ദയ്ക്ക് ശേഷം നാളെ എയറിലേക്ക് കയറാൻ ഞാൻ തയ്യാറായിക്കാണ്. ഇതൊന്നും ഞാൻ പറയിച്ചല്ലോ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഫോണിൽ വിളിച്ച ആൾ ഞാനാണ്. അത് ഒരൊറ്റ തെറ്റ് മാത്രമാണ് ഞാൻ ചെയ്തത്. അത് എല്ലാവരും വന്നു, എല്ലാവരും നല്ലത് പറഞ്ഞു. ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു, കുറച്ച് ലിസ്റ്റിൽ വിട്ടുപോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു ഞങ്ങൾ ഈ കാണിച്ച ടൈറ്റിൽ ലോഞ്ചിൻ്റെ വീഡിയോയിലെ ശബ്ദം, അത് ഞങ്ങൾക്ക് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ എടുക്കുന്ന കൂട്ടത്തിലാണ് വിഷ്ണു ഗീത ചേച്ചിയുടെ കാര്യം പറയുന്നത്. മാത്രമല്ല ചുരുളിയിലെ ആ വോയിസ് ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പോൾ ആ ചേച്ചിയെ ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചേച്ചി ഇതേപോലെ ഒരു സംഭവം എനിക്ക് ഡബ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ചേച്ചി വന്ന് എനിക്കത് ചെയ്തു തന്നു, ഞങ്ങൾക്കത് ചെയ്തു തന്നു. അപ്പോൾ ചേച്ചിക്ക് സത്യം പറഞ്ഞ ഹൃദയത്തിന് ഭാഷ നന്ദി പറയാണ്. ചേച്ചി എൻ്റെ അടുത്ത് സാധാരണ നമ്മളെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. വലിയ സന്തോഷമുണ്ട് ചെയ്തു തന്നതിന്. ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു പോയിരുന്നു. പ്ലീസ് സ്റ്റേജിലേക്ക് വരണം വിഷ്ണു. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ കാസ്റ്റ്
ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഇന്നിവിടെ വരാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരുടെ പേര് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല, ഡിസൈഡ് ചെയ്തതാണ്. കുറേ ആർട്ടിസ്റ്റുകളെ വിട്ടുപോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വേദിയിൽ ഇരിക്കുന്ന ഒരാളെ ഞങ്ങൾ വിട്ടിരുന്നു. വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ജസ്നിയും ഈ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷെ വിളിക്കാൻ വിട്ടുപോയതാണ്, ക്ഷമിക്കണം. സ്റ്റേജിലേക്ക് വരാം. പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ സായാഹ്നത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. സുമതി വളവ് എൻ്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അതിൻ്റെ ടൈറ്റിൽ അനൗൺസ് ആയതിൽ ഒരുപാട് സന്തോഷം. റിയലി പ്രൗഡ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ എല്ലാവരും പറഞ്ഞു അഭിലാഷിനെ കുറിച്ചിട്ട്, ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. അഭിലാഷ് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ ചേച്ചി ഒന്ന് ഒരു വോയിസ് ഓവർ ഉണ്ടോന്ന് വരുമോന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും എൻ്റെ ശബ്ദം അത് ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ തോന്നണമെന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം അങ്ങനെയാണ് പോയി ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷ്ണുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അഭിലാഷ് അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്താ പറയുക, ഒത്തിരി സന്തോഷം. കാരണം ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൽ കൂടിയെങ്കിലും ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ സന്തോഷം. സുമതി വളവ് ഒരു വലിയ സക്സസ് ആവട്ടെ. മാളികപ്പുറത്തിന് ശേഷം മാളികപ്പുറത്തിനെക്കാട്ടിലും വലിയൊരു സക്സസ്സുമായിട്ട് അഭിലാഷ് പിള്ളയും വിഷ്ണുവും പിന്നെ പ്രിയപ്പെട്ട അർജുനും എല്ലാവരും മൊത്തം ടീമിനും എൻ്റെ വലിയ ഒരു ആശംസ. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ട്രയോ എന്ന് പറയുന്നത് ഫാമിലിയാണ്. വിഷ്ണു ചേട്ടനും അഭിലാഷ് ചേട്ടനും രഞ്ജൻ ചേട്ടനും പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ family, all project. Maliyappuram, I did it in such a way, and I'm so blessed to be in this project and really excited for this trio masterpiece. Thank you. പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ ശബ്ദം ചേച്ചിയുടെ ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്ക് ഒന്ന് ചെയ്തു തന്നു. അപ്പോൾ ഒരു സർപ്രൈസുകൾ പറയാം. ചേച്ചി ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒരു കഥാപാത്രം. ഈ വേദിയിൽ വെച്ച് ഞാൻ ചേച്ചിയോട് പറയാണ്, ഇത് ആ ശബ്ദം ഞങ്ങൾക്ക് തന്നതിന് തിരിച്ച് ഞങ്ങൾ തരുന്ന സമ്മാനമാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സമയം ഒരുപാട് വൈകിയെന്നറിയാം. കുറേ ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കാനും വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു സമയക്കുറവിലായിരിക്കാം അത് വിട്ടുപോയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. കാരണം ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. ഒരാളെ വിളിച്ചാൽ ബാക്കി എല്ലാവരെയും ഇനി വിളിക്കേണ്ടി വരുമെന്ന് ബിഷപ്പിന്റെ വിളിയും വന്നു തുടങ്ങിയത് മനസ്സിലാവുന്നുണ്ട് മീഡിയക്കാരുടെ റിയാക്ഷനിൽ. ഒരു കാര്യം കൂടി ഈ വേദിയിൽ ചെയ്തു തന്നേ പറ്റൂ. കാരണം അത് ഞങ്ങളോട് മുരളിച്ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെള്ളം സിനിമ എല്ലാവരും കണ്ടിട്ടില്ലേ? വെള്ളം സിനിമയിലെ മുരളിച്ചേട്ടന്റെ ലൈഫ് നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം എങ്ങനെയായിരുന്നു, അവിടുന്ന് ഏത് രീതിയിലാണ് അദ്ദേഹം മാറിയത് നമ്മൾ കണ്ടതാണ്. ആ മാറ്റത്തിന് കാരണക്കാരായ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് തന്നെയാണ് അദ്ദേഹം മാറിയതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ ഈ സിനിമയോട് ബന്ധപ്പെട്ട് എന്ത് ചർച്ചയ്ക്ക് പോകുമ്പോഴും അദ്ദേഹം 10 കാര്യം പറയണം, അല്ലെങ്കിൽ 4-5 കാര്യം അദ്ദേഹം സുഹൃത്തുക്കളെ പറ്റി പറയും. ആ സുഹൃത്തുക്കളെ തലശ്ശേരിയിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന് വിളിച്ചു അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തവണ അവരെ ഈ വേദിയിൽ ഒന്ന് കയറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ ആഗ്രഹം മുരളിച്ചേട്ടന് വേണ്ടി ഞങ്ങളെ വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ. കാരണം അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത്. ഈ മനുഷ്യൻ അങ്ങനെ മാറി വലിയ രീതിയിൽ വിജയം കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് പൈസയൊക്കെ ഉണ്ടാക്കി പടം ചെയ്യാൻ വന്നത്. അപ്പൊ ആ സുഹൃത്തുക്കളെ വേദിയിലേക്ക് വിളിക്കാൻ മുരളിച്ചേട്ടന് വേണ്ടി അവരെ ഞങ്ങള് സുമതി വളവ് ടീം വേദിയിലേക്ക് വിളിക്കുകയാണ്. ഒരു സെക്കൻഡ് കൂട്ടത്തിൽ എൻ്റെ ഡയറക്ഷൻ ടീം ഉണ്ട്. കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്നെ സഹിച്ചുകൊണ്ട് നടക്കുകയാണ്. ബിനു, എല്ലാവരും വാ. എൻ്റെ ടീമിനെല്ലാവരെയും വിളിക്കുകയാണ് ഈ ഒരു വേദിയിൽ അവരുടെ ഒപ്പം തന്നെ. സോ മുരളി സാറിന്റെ ഫ്രണ്ട്സിനെയും അതേപോലെ തന്നെ വിഷ്ണു ചേട്ടന്റെ ഡയറക്ഷൻ ടീമിനെയും വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ്. എവറിബഡി പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നമ്മുടെ ഹീറോയും കൂടെ സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരിക്കും. അർജുൻ ചേട്ടൻ അവിടെ ഉണ്ടോ? അർജുൻ ചേട്ടൻ അർജുൻ ചേട്ടൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയായിരുന്നു. സ്റ്റിൽ ഐ തിങ്ക് ഈ ഒരു ഇവന്റ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ടൈം ദാറ്റ് ഐ ആം ഇൻവൈറ്റിംഗ് യു. താങ്ക് യു സോ മച്ച്. മുരളിയേട്ടന്റെ ഫാമിലി ഇവിടെ ഉണ്ട്. മുരളിയേട്ടന്റെ ഫാമിലിയും കൂടെ വേദിയിലേക്ക് വരണം എന്ന് പറയാം.
ഒരുമിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ ഇവിടെ കാണുന്ന സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയും എല്ലാവരും ഇതാണ് നമ്മളെ ബലം. എന്തായാലും പ്രാർത്ഥിക്കുക ഈ സിനിമ ഒരു വൻ വിജയമാവാൻ. താങ്ക് യു.